ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് എന്ന പദവി നിലനിർത്തി പാസ്പോർട്ട്. പ്രമുഖ ഫിനാൻഷ്യൽ കൺസൾട്ടൻസി സ്ഥാപനമായ ആർട്ടൺ ക്യാപിറ്റലിന്റെ ഏറ്റവും പുതിയ പാസ്പോർട്ട് സൂചിക പ്രകാരമാണ് ഏറ്റവും ശക്തമായ പാസ്പോർട്ട് എന്ന പദവി നിലനിർത്തിയത്. ആഗോളതലത്തിൽ 150 ഇടങ്ങളിലേക്കാണ് പാസ്പോർട്ട് ഉടമകൾക്ക് വിസയില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്നത്. ഇത് ലോകത്തിലെ മറ്റു പല രാജ്യങ്ങൾക്കും സ്വപ്നം മാത്രമായ നേട്ടമാണ്. ഏറ്റവും ഒടുവിൽ ലോകത്തിലെ 127 രാജ്യങ്ങളിലേക്ക് കൂടി വിസാരഹിതമായ പാസ്പോർട്ട് ഉടമകൾക്ക് സഞ്ചരിക്കാം. ഇതിനു പുറമെ 53 രാജ്യങ്ങൾ വിസ ഓൺ അറൈവൽ അല്ലെങ്കിൽ വിസ ആക്സസ് അനുവദിക്കുന്നതാണ്. ഇതിനർത്ഥം ലോകത്തിലെ 90% രാജ്യങ്ങളിലേക്കും പാസ്പോർട്ട് ഉടമകൾക്ക് കുറഞ്ഞ നിയന്ത്രണങ്ങളോടുകൂടി സഞ്ചരിക്കാൻ സാധിക്കും. ശേഷിക്കുന്ന 18 രാജ്യങ്ങളിലേക്ക് മാത്രമാണ് പൗരന്മാർക്ക് മുൻകൂട്ടി വിസ ആവശ്യമുള്ളത്. ഇതൊരു ചരിത്രപരമായ നേട്ടം തന്നെയാണ്. ഇക്കാര്യത്തിൽ ആഗോള സമ്പന്ന ശക്തിയായ പോലും ഗൾഫ് രാജ്യത്തിന് പിന്നിലാണ്. വിവിധ രാജ്യങ്ങളിലെ പാസ്പോർട്ട് ഉടമകൾക്ക് മുൻകൂട്ടിയുള്ള വിസയില്ലാതെ എത്ര രാജ്യങ്ങളിൽ സന്ദർശനം നടത്താമെന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സൂചിക പുറത്തിറക്കിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് എന്ന വിശേഷണത്തോടെ പട്ടികയിൽ ഒന്നാമത് നിൽക്കുമ്പോൾ ആദ്യ 5-ൽ യൂറോപ്പിൽ നിന്നുള്ള പ്രബല ശക്തികൾ ഉൾപ്പെടുന്നുണ്ട്. രണ്ടാമത് സ്പെയിനാണ് നിലവിലുള്ളത്. നിലവിൽ സ്പെയിൻ പാസ്പോർട്ട് ഹോൾഡർമാർക്ക് 179 രാജ്യങ്ങളിലേക്കാണ് കടുത്ത നിയന്ത്രണങ്ങളില്ലാതെ യാത്ര ചെയ്യാൻ കഴിയുക. മൂന്നാം സ്ഥാനത്ത് 14 രാജ്യങ്ങളാണ് ഇടം പിടിച്ചിരിക്കുന്നത്. യൂറോപ്പിലെ മുൻനിര രാജ്യങ്ങളായ ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി എന്നിവർ മൂന്നാമതാണ്. ഈ രാജ്യങ്ങളിലെ പാസ്പോർട്ട് കൈവശം വച്ചിരിക്കുന്നവർക്ക് 178 രാജ്യങ്ങൾ വിസാരഹിതമായോ വിസ ഓൺ അറൈവൽ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുഖേനയോ ചെല്ലാവുന്നതാണ്. 5-ാം സ്ഥാനത്ത് ഏഷ്യൻ രാജ്യമായ സൗത്ത് കൊറിയ ഇടം നേടിയിട്ടുണ്ട്. കൂടാതെ ചെക്ക് റിപ്പബ്ലിക്കും ദക്ഷിണ കൊറിയയ്ക്കും ഒപ്പമുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്ന് 176 രാജ്യങ്ങളിലേക്കാണ് കുറഞ്ഞ നിയന്ത്രണത്തോടു കൂടി വിസാരഹിതമായോ അല്ലാതെയോ എത്താൻ കഴിയുക. നേരത്തെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 83 അതേസമയം പാസ്പോർട്ട് നിയമങ്ങളിൽ കാര്യമായ പരിഷ്കാരമാണ് വരുത്തുന്നത്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റി 21 വയസ്സും അതിൽ കൂടുതലുമുള്ള പൗരന്മാർക്ക് 10 വർഷം വരെ കാലാവധിയുള്ള പാസ്പോർട്ടുകൾ നൽകുന്നതിനുള്ള ഒരു പുതിയ സംരംഭം ആരംഭിച്ചിരുന്നു.